ഹലോ വെൽക്കം ടു വാച്ച് സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്നൊരു ചെറിയ വെജിറ്റബിൾ ഗാർഡൻ അപ്ഡേറ്റും ഹാർവസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നിങ്ങൾക്ക് എൻ്റെ വെജിറ്റബിൾ ഗാർഡൻ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ കാടാണ് കേട്ടോ. എന്താണ് കംപ്ലീറ്റ്ലി മിസ്പ്ലാൻഡ് ആയ ഒരു ഹാർവസ്റ്റ് സീസൺ എത്തവണ എന്ന് വെച്ചാൽ ഞാൻ പണ്ടത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ റൗണ്ട് ഓഫ് വിത്തൊന്നും മുളച്ചില്ല, രണ്ടാമത്തെ റൗണ്ട് ഓഫ് വിത്താണ്. അതാണ് ഞങ്ങൾ എല്ലാം ഹാർവസ്റ്റ് ചെയ്യാൻ ലേറ്റാണ്. പിന്നെ വേറെ കാര്യം എന്തിനെ പറ്റി പോയാന്ന് വെച്ചാൽ രണ്ടാമത്തെ സെറ്റ് മുളച്ച മുഴുവനും പടരുന്ന ചെടിയാണ്. ഞങ്ങൾക്ക് ഇവിടെ ട്രെല്ലിസ് വെക്കാൻ പറ്റില്ല. ബിക്കോസ് 4 അടിക്ക് മുകളിൽ പൊക്കമുള്ള ഒന്നും വെക്കാൻ പാടില്ല, HOA റെസ്ട്രിക്ഷൻ കാരണം. അപ്പോൾ പന്തലില്ലാണ്ട് പടർന്ന ചെടി എങ്ങനെ വളർത്തും? സാധാരണ എൻ്റെ അടുത്ത് അത്രയും ഉണ്ടാവില്ല, ഞാനത് കൺട്രോൾ ചെയ്ത് വയ്ക്കുന്നത്. ഇത്തവണ മുഴുവൻ ആസ് യു ക്യാൻ സീ നോക്ക് കാട് പിടിച്ച് കിടക്കുകയാണ് എൻ്റെ വെജിറ്റബിൾ ബെഡ്. എങ്ങനെ മാനേജ് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല, നോക്കാം നമുക്ക് കേട്ടോ. ബിക്കോസ് ചിലതിൽ ഞാൻ പറയാം, അവിടെ ബീൻസൊക്കെ എൻ്റെ അടുത്ത് ഇന്നേ വരെ ഞാൻ പടരുന്ന ബീൻസ് വാങ്ങിച്ചിട്ടില്ല, ഒക്കെ ബുഷ് ബീൻസ് വാങ്ങൽ. ആക്സിഡൻ്റലി ആ പാക്കറ്റിലൊരു വിത്ത് ഉണ്ടായിരുന്നു, അതിൽ നിറച്ചുണ്ടാവും കേട്ടോ. ബൈ ദ വേ, ഇഫ് യു ഹാവ് സ്പേസ്, ഇഫ് യു ഹാവ് ദ റൂം ടു ഗ്രോ, പടർത്താൻ സ്ഥലം ഉണ്ടെങ്കിൽ പടരുന്ന ബീൻസ്, വൈനിങ് ബീൻസ് ഇല്ലേ, അതാണ് ഏറ്റവും നല്ലത്. ദൂരം ഉണ്ടാവണം അതിൻ്റെ ഉള്ളിൽ. എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പാവയ്ക്ക, പടവലങ്ങ, അതേ വെള്ളരി കുറേ ഞാൻ നടത്തി, നമ്മുടെ നാട്ടിലെ വെള്ളരിയില്ലേ അത് കുറേ ഇട്ടിട്ടുണ്ട്. പിന്നെ കുക്കുംബർ കുറേ, ഞങ്ങൾ കുറേ കഴിഞ്ഞ കൊല്ലം കുറേ പിക്കിൾ ചെയ്തു. അപ്പോൾ കുക്കുംബർ എന്തായാലും ഞങ്ങൾക്ക് നല്ല ചിലവാണ്. കുക്കുംബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്കരി, അത് കുറേ ഉണ്ട്. ബീൻസ് ഉണ്ട്, ചീരയുണ്ട്, സ്പിനച്ച് ഉണ്ട്, മുളകുണ്ട്, ബേസിൽ, നമ്മുടെ സാധാരണ ബേസിലും തായ് ബേസിലും ഉണ്ട്. ഇത്രയും ചെറിയ സ്ഥലത്താണ് ഈ പറയുന്നത് ഇത് മുഴുവൻ ഉണ്ട് കേട്ടോ. ക്യാരറ്റ് കുറേ ഉണ്ട്. വെണ്ട ഇത്തിരി സ്ലോ ആണ് ഈ കൊല്ലം. പിന്നെ ചൗ അന്നത്തെ വീഡിയോയിൽ ഓർമ്മയില്ലേ, കുറേ പയർ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും പയറിൻ്റെ വിത്താണെന്ന്. അതും വിത്തൊക്കെ മിക്സായിപ്പോയി. ബീൻസാന്ന് വെച്ചിട്ടാണ് നട്ടത്, പയറായിപ്പോയി. ഇപ്പം ബീൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കുറേ. പിന്നെ ഓഫ് കോഴ്സ് ഞങ്ങളുടെ അമര അതും ഉണ്ട് കുറേ. എടുക്കാൻ ലേറ്റായിപ്പോയി, ഞങ്ങൾക്ക് തിരക്കായിരുന്നു വീക്ക് ഡേ. അത് കാരണം അതേ വെണ്ടയൊക്കെ ഓൾമോസ്റ്റ് മൂത്തു. ഇതേ ഇവിടെ കാണിച്ചിട്ട് ഞാൻ വെള്ളരി എന്ന് പറഞ്ഞില്ലേ, കണിവെള്ളരി അല്ലേ? അതെ അതെ, ഇതേ കണ്ട കണിവെള്ളരി, സാമ്പാർ വെള്ളരി, നമ്മുടെ നാട്ടിൽ വെള്ളരിക്ക. അത് ആയിട്ടില്ല വരുന്നേ ഉള്ളൂ, പച്ചയാ പറയാറായിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. കണ്ടോ, ആയി വരുന്നേ ഉള്ളൂ. സാമ്പാർ വെള്ളരി എന്നാണ് എനിക്ക് തോന്നുന്നു തമിഴന്മാരൊക്കെ പറയുന്നത്. ക്യാരറ്റ് ഇത് പറിക്കാറായില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാണുന്നുണ്ടോ? ആ, ഇത് മുഴുവൻ ഏഫറ്റ്സ് ആണ്. പയർ ഏഫറ്റ്സിന് ഭയങ്കര മാഗ്നറ്റാണ്. കണ്ടോ, ഇത് ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് അടിക്കൊക്കെ കാണിച്ചു തരാം. ഇത് നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് ഈ ഒരു സൈഡിലെ പയറിന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ ഇത് ബാക്കിയുള്ള ഞാൻ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളടത്തേക്ക് മുഴുവൻ വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം അവസാനം ഇത് വെള്ളം സ്പ്രേ അടിച്ച് ഇതൊക്കെ പോവും. എന്നിട്ട് ഞാൻ പറിക്കാം. എന്നിട്ട് മരുന്ന് ഇപ്പോൾ വെയിലത്ത് അടിക്കാൻ പറ്റില്ല, വെയിൽ മാറിയിട്ടേ മരുന്ന് അടിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇല്ലെങ്കിൽ ഇലയൊക്കെ പൊള്ളിപ്പോവും. കണ്ടോ, ഇവിടെ ഉണ്ട് കുറച്ച് ക്യാരറ്റ്. ഇത് ഞാൻ കുറച്ചുകൂടി ആവാണ്ടായിരുന്നു, ഞാൻ പറിക്കുന്നില്ല. ചീരയും ബാക്കിയുള്ള പയറൊക്കെ ആക്ച്വലി ഞാൻ പറിച്ചാണ് ഇതിന് മുമ്പ് കേട്ടോ. അതെ, ഇവിടെയും കുറച്ച് ക്യാരറ്റ് ഉണ്ട്. എൻ്റെ കൈക്കത്ര ശക്തിയൊന്നും സോഫ്റ്റ് മണ്ണാണ്. ട്വിൻസാന്ന് തോന്നുന്നു. ഇവിടെ ഇത്തിരി ഹട. ഓക്കെ, ചെറിയ ബേബി ബീച്ചാണോ എനിക്ക് സംശയമുണ്ട്. വലിയ ബീച്ചല്ല, ബേബി ബീച്ചാണ്. കണ്ട, ഇങ്ങനെ പൊന്തി വരും. അതാണ് റെഡിയായെന്ന് മനസ്സിലാവുന്നത്. അതിൻ്റെ മുകളിലത്തെ മണ്ണ് മാറിയിട്ട് ഇത് പൊന്തി വരും. കുറേ കളയുണ്ടാക്കി വൃത്തിയാക്കണം. ബേബി ബീച്ചാണല്ലോ. ഓക്കെ, അതെ. അപ്പോൾ മണ്ണെന്ന് പൊങ്ങി വരും അല്ലേ? അവിടെ അതില്ല, അത് പൊങ്ങിയിട്ട് അവിടെ. ഇതോ? ഇത് നോക്കാം, അത് കുറച്ച് കളറാണത്. കറക്റ്റായും അറിയില്ല, തോന്നില്ല. ചെറുത്, ഭയങ്കര ചെറുത്. ഇതിങ്ങനെ തന്നെ മെഴുക്കോറ്റിയാക്കാൻ വന്ന ടൈപ്പ് ബീൻസാണ്. സോറി, ബീട്രൂട്ടാ. ഇത് നമ്മുടെ അമര കുറേശ്ശെ മൂത്ത് വരുന്നുണ്ട്. ഇത് നേരത്തെ ഞാൻ ഇക്കൊല്ലം നടന്നില്ല എന്ന് പറഞ്ഞാൽ, ബിക്കോസ് ഇപ്പോഴും ഇരിപ്പുണ്ട് കഴിഞ്ഞ കാലത്തെ ഫ്രീസറിൽ അമര അത്രയും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ ബിജു പറഞ്ഞു പറ്റില്ല, ബിജുവിന് ഭയങ്കര ഇഷ്ടമാണ് അമര. കാരണം അതെ അതെ, അത് ഭയങ്കര ന്യൂട്രീഷ്യസുമാണ്. അത് കാരണം ഞങ്ങൾ ഭയങ്കര ന്യൂട്രീഷ്യസാണ്. അപ്പോൾ ഞങ്ങൾ ഇത്തവണയും അമര വെച്ചു. ഇത് ആദ്യത്തെ അമരേൻ്റെ ഇല്ല, ഇതെന്തായാലും ഒരു ചെടി മതി ധാരാളം. ഇതിപ്പോൾ 2 ചെടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
ഇഷ്ടംമാതിരി കിട്ടും നമുക്ക്. അതുമല്ല ഇത് നമ്മുടെ ഈ ഏരിയയിൽ നമുക്ക് ഗ്രോയിങ് സീസൺ കുറവല്ലേ. സോൺ 7 ഞങ്ങൾക്ക് ഇത് ഓൾമോസ്റ്റ് ഒക്ടോബർ വരെ ഫ്രോസ്റ്റ് വരുന്ന വരെ ഇതിൽ കായ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം നല്ലൊരു ചെടിയാണ് നിങ്ങൾ വളർത്തുന്നില്ലെങ്കിൽ. ഈ അമ്പലം മുഴുവൻ ഞങ്ങളുടെ ആപ്പിൾ ട്രീയുടെ മുകളിലേക്ക് വളർത്തിയിട്ടേക്കാം. സ്ഥലമില്ലാത്ത നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഒരു മെയിൻ പച്ചക്കറി മിസ്സിംഗ് ആണ്. 12 കൊല്ലത്തിൽ ആദ്യമായിട്ട് എൻ്റെ വെജിറ്റബിൾ ഗാർഡനിൽ തക്കാളി ഇല്ല. എന്തുകൊണ്ടാ എന്ന് ചോദിച്ചാൽ ഒരു റീസണും ഇല്ല. എനിക്ക് ഇത്തവണ തക്കാളി വയ്ക്കാൻ തോന്നിയില്ല, അത്രയേ ഉള്ളൂ റീസൺ, വേറെ ഒന്നുമില്ല. വൈനിങ് ബീൻ ഉണ്ട്. ഓക്കെ, ഞാനിത് എവറി 2 days വന്നിട്ട് ഇവിടുന്ന് പറിക്കുന്ന. എന്നിട്ട് ഇത് കണ്ടോ, ഇത് ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുന്നത്. ഇത് ആക്സിഡൻ്റലി ഒരു വിത്ത് വീണ് പോയത് അതിൻ്റെ ഉള്ളിൽ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതിൽ. എന്തോരം ഒരു ടൊമാറ്റോ കീഴിൻ്റെ മുകളിലാണ് ഞാൻ വിട്ടേക്കുന്നത്. ബിക്കോസ് എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് എവറി 2 days ഐ കം ആൻഡ് ഹാർവെസ്റ്റ്. ഒരു ചെടിയോടൊന്നും എനിക്ക് തോന്നുന്നത് എന്തോരം മീൻസാ. ഇതിന് റസ്റ്റ് പിടിക്കുമെന്ന് അറിയില്ല. മറ്റേത് ചൂടാകുമ്പം നിൽക്കും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ബുഷ് ബീൻസേ അത് ഭയങ്കര എളുപ്പമാണ്, നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താം ബുഷ് ബീൻസ്. പക്ഷെ ഇത് അതിലിഷ്ടം പോലെ ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോകും ചൂട് കാരണം. പിന്നെ അത് പ്രൊഡക്ഷൻ നിർത്തും. പിന്നെ തണുപ്പാകുമ്പോൾ രണ്ടാമത് പ്രൊഡ്യൂസ് ചെയ്യും. യെസ്, ഓൾമോസ്റ്റ്. കാരണം 1 അടിയാണോ 2 അടിയാണോ എനിക്ക് അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തോരു ഇനിയുണ്ട് പറിക്കാൻ പുറത്തൊക്കെ. താഴെ ഈ അമര ഈ വൈനിൽ വരുന്ന ബീൻസിനൊക്കെ പ്രശ്നം എന്താ അറിയോ, ഒരു തവണ നോക്കിപ്പോയി നമ്മൾ പറിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെയും വന്നു കഴിഞ്ഞാൽ പിന്നെയും കാണും. നമ്മൾ കുറേ മിസ്സാവും. ഒരു റൗണ്ട് മാത്രം ചെയ്യുന്നെങ്കിൽ 2-3 റൗണ്ട് ചെയ്താലേ ചെടിയിൽ മുഴുവൻ സാധനം കിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ദിവസവും വന്ന് ഹാർവെസ്റ്റ് ചെയ്താൽ പോലും ഞാൻ പിന്നെ സാധനങ്ങൾ മറക്കുന്നുണ്ട്. ഇതേ ബീൻസും ഉണ്ടോ, ഇനിയുണ്ട് പറിക്കാൻ. ഇടയ്ക്കൊരു കത്തിരിയും കിട്ടി നമുക്ക്. ബേർപ്ലസ് കുക്കുംബറാണ് ഞാൻ പേര് ഏതാ വെറൈറ്റി ഏതാ പറയാം. പക്ഷേ ചെറിയൊരു മുള്ളു പോലത്തെ ഉണ്ട് പുറത്ത്, അതൊന്ന് സ്മൂത്ത് ഔട്ട് ചെയ്യണം. നല്ല ഷോ ഇതൊക്കെ ഭയങ്കരമായിട്ട് മൂത്ത് കണ്ടിട്ടില്ല. ഇത് ഇല്ല ഞാൻ പറിച്ചാനെ. ഇവിടെ വേറൊന്നും കൂടി ഉണ്ട്. അതെ, അത് ഭയങ്കരമായിട്ട് മൂത്തില്ല. ഇപ്പുറത്ത് നിലത്ത് കിടക്കായിരുന്നു വേറൊന്ന്. അയ്യോ ഇത് പിക്കിളിയാന്ന്. ഞാനത് എല്ലാം പിക്കിളിയാ. ഇത്രയും കേൾക്കി നമ്മൾ എന്ത് ചെയ്യാനാ? പിക്കിളിയാന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർ ഉപ്പും വിനിഗറിൽ ഇട്ടിട്ട് പിക്കിൾ ചെയ്യുന്നതിനാണ് നമ്മൾ പിക്കിൾ ചെയ്യുന്നത്. നല്ല പൊളിയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബർഗർ ഉണ്ടാക്കും. അപ്പോൾ ഫ്രൈസ് ബർഗർ പിക്കിളാണ് ഞങ്ങളുടെ കോമ്പിനേഷൻ വീട്ടിൽ. ഞാൻ ഈ ചെറുതിനൊക്കെ പറിക്കാൻ പോകും. എന്താ പറയുക, ഇത് ഒരു ദിവസം കൂടി വെച്ച് കഴിഞ്ഞാൽ ഇനി പിന്നെ വരണ്ടേ. ഞാൻ എപ്പോഴൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുമോ അപ്പോഴൊക്കെ വന്നിട്ട് കുറേ ഇല മുറിച്ച് കളയും. എന്തിനാ അറിയോ, ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് എനിക്ക് കാണാൻ വേണ്ടി എന്തൊക്കെ ഞാൻ മിസ്സായിട്ടാണ്. പിന്നെ ഇത്രയും ഇല ഒന്നിച്ച് വളരുമ്പം ദർ ഇസ് എ ചാൻസ് ഓഫ് മിൽഡ്യൂ, അങ്ങനെ ഈ പൂപ്പൽ അതൊക്കെ വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എല്ലാം മുറിച്ചളയാണ്. ബി ഡൈവേർട്ടഡ് ടു പ്ലാന്റ്സ്. ഇവിടെ അയ്യോ ഇഷ്ടംമാതിരി നീ നമ്മൾ പറിച്ചില്ല കേട്ടോ. അത് ഞാൻ ചെറുതായിട്ട് പറിക്കാൻ ഇടയ്ക്ക് ഇതേ ഒളിച്ചിരിക്കുന്നുണ്ട് കുറേ ഉള്ളിൽ. ഞങ്ങളുടെ ചട്ടിയിലൊക്കെ ഒന്ന് മുരിങ്ങയാണിത്. അതിന് വെള്ളം ഇത്തിരി കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തിരി വാടിക്കണേ. ഇതും ഇല പറിക്കാറായി. ഇത്തവണ ഓൾറെഡി നമ്മൾ 2 തവണ പറിച്ചു കഴിഞ്ഞു. ഇത് നല്ല വെയിലാണ്. ചീരാധികം ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ലെറ്റസിന് ഭയങ്കര പ്രശ്നമായിരുന്നില്ലേ, മറ്റേ എന്താണ് ഈ കൊളയുണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ല എന്തോ ഒരു ബഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കാരണം ഞാൻ ഇപ്പോൾ സാൻഡ്വിച്ചിലോ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും സ്റ്റർ ഫ്രൈ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ വന്നിട്ട് ചീരേൻ്റെ ഇലയാണ് പറിച്ചുകൊണ്ട് പോയത്. അതാണ് ചീര ഇല്ലാത്തത്. ഞാനിപ്പോൾ തോരൻ വെക്കാനായിട്ട് ബീട്രൂട്ടിൻ്റെ ഇല ആണ് പറിക്കാൻ പോണേ. ഇപ്പം നല്ല ചീരയുടെ സ്വാദ് തന്നെയാണ് ബീട്രൂട്ടിൻ്റെ ഇല. ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ്, നമ്മൾ കടയിൽ നിന്ന് ഇലയപ്പാട് ബീട്രൂട്ട് വാങ്ങൂലേ, അപ്പം ആ ഇല വെറുതെ കളയണ്ട. നല്ല സ്വാദാണ് ബീട്രൂട്ടിൻ്റെ ഇലയ്ക്ക്. എല്ലാ ഇലയും പറിക്കാൻ പറ്റില്ല, ബിക്കോസ് അതിന് വളരെ എനർജി വേണ്ടേ. അപ്പോൾ കുറച്ച് ഇല മാത്രം പറിക്കാൻ പറ്റും. കായ്ച്ചില്ലൊന്നും വളമില്ലാന്ന് തോന്നുന്നു, ഇപ്പോൾ ചെറുതായിട്ടാണ് വളരുന്നത്. മസ്റ്റേർഡ് ഞാൻ പറഞ്ഞില്ലേ, നല്ല ഞങ്ങൾ കുറേ പറിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ എനിക്കൊന്നു മിഡ് ജൂലൈ തൊട്ടിട്ട് ഇതൊന്നും ഈ ഒരു പ്രാണിയാണ്. ഇത് കുക്കുംബർ ബീറ്റിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കുക്കുംബർ ഉണ്ടാവുന്നേ അറിയില്ല. ഇനിയും ബീൻസ് ഉണ്ട്. പിന്നെ ഇത് ഇപ്പോൾ ഞാനിതിനെ ഒരു സാക്രിഫിഷ്യൽ ക്രോപ്പായിട്ട് വെച്ചേക്കാണ്. പ്രാണികളൊക്കെ വന്നത് ഇവിടെ തിന്നോട്ടെ, എൻ്റെ ബാക്കിയുള്ള ചെടികളെ വെറുതെ വിടുമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം അതാണ് ഈ ഒരു ചെറിയ കഷ്ണം നിർത്തിയേക്കുന്നത്. ബാക്കിയൊക്കെ പറിച്ചു ഞാൻ. അടുത്തൊരു പരിപാടി അതാണ് ഞങ്ങൾ ഉള്ളിലേക്ക് വന്നു. ഇതാണ് ഞങ്ങളുടെ ഈ കൊച്ചു വെജിറ്റബിൾ ഗാർഡൻ എന്നുള്ള ഹാർവെസ്റ്റ്. ഇത് ഒരു മെയിൻ്റനൻസും ഇല്ല. ഞാനിപ്പോൾ ഭയങ്കര ഉഴപ്പാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യത്തിൽ. അതായത് തന്നെത്താനെ ഇടയ്ക്ക് വെള്ളം ഇട്ട് കൊടുക്കും. ഒരു 1.5 മാസം 2 മാസം കൂടുമ്പോൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. ബിക്കോസ് ഞങ്ങളുടെ സ്പ്രിംഗ്ലർ ഓണാണ്. അത്രയേ ഉള്ളൂ കെയർ. ഇടയ്ക്ക് വന്നിട്ട് ഇതുപോലെ ഇല കട്ട് ചെയ്ത് ഇളക്കി കൊടുക്കും. അങ്ങനെ കിട്ടുന്നതാണ് ഇതൊക്കെ.
ഇറ്റ്സ് വെരി ലോ മെയിൻ്റനൻസ് പച്ചക്കറി. ഞാൻ ഹൈ മെയിൻ്റനൻസ് സാധനങ്ങൾ വളർന്നത് നിർത്തി. എനിക്കുള്ള എട്ടുകാലി അതിനുള്ള എനർജി ഇല്ല ഇപ്പോൾ. അപ്പോൾ ഇതാണ് ക്യാരറ്റ്, ബേബി ബീട്രൂട്ട്, നമ്മളെ കക്കിരി, അതിലൊരെണ്ണം മൂത്ത് ഇത് വിത്തിനിട്ട് ഇതൊക്കെ ഉണ്ടാവും. എട്ടുകാലിയാണ്, അതിന് പുറത്തേക്ക് ഇടാം. എനിവേസ് നമ്മുടെ ബീൻസ്, ഇത് മെജോറിറ്റി ഓഫ് ദിസ് ഇസ് ഫ്രം ദാറ്റ് ബൈനിങ് ബുഷ് ബീൻ. 2-3 അച്ചിങ്ങ ഉണ്ട് അടീൻ്റെ അടിയിൽ. ഇത്രയും ഞാൻ ഇത്ര തറവായിട്ട് പറിക്കല്ല, കുറേ നേരം നിന്നിട്ട് നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കിയതാണ്. ആക്ച്വലി ഇനി ഉണ്ടായിരുന്നു 2-3 ബാക്കിൽ കേട്ടോ. എവറി 2-3 days ഇതിൻ്റെ പകുതിയെങ്കിലും ഞാൻ പറിക്കലുണ്ട്. പിന്നെ ഇതാണ് ബീട്രൂട്ടിൻ്റെ ഇല. ബാക്കിയുള്ള നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടിൻ്റെ ഇല മുറിച്ചാണ്. ബാക്കിയുള്ള ബീട്രൂട്ടും എൻ്റെ ആ ഇലയും കൂടി നമ്മൾ യൂസ് ചെയ്യും, ചീര പോലെ യൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടി ഹാർവെസ്റ്റ് ചെയ്ത്, ഇത് ബേസിലാണ്, റെഗുലർ ബേസിൽ ഞങ്ങൾ പാസ്ത ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ എല്ലാം ഹാർവെസ്റ്റ് ചെയ്തിട്ട് സീസൺ തീരുമ്പോൾ ഇത് മുഴുവൻ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പെസ്തോ ഉണ്ടാക്കും. നമ്മൾ സാൻഡ്വിച്ചിൽ പാസ്തയിലൊക്കെ ഇടാൻ പറ്റും പെസ്തോ. ഇത് എന്താണ് തായ് ബേസിലല്ല, തായ് ബേസിൽ വേറെ ഉണ്ട്. അപ്പോൾ തായ് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ അതുമായിട്ട് അതൊക്കെയാണ് തായ് കറി, തായ് എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കുന്നത്. ഇതും സാൻഡ്വിച്ചിൽ മോസറല്ല ഇട്ട് ടൊമാറ്റോ പാൽസമിക് വിനെഗർ ബേസിലും കൂടി ഇട്ടിട്ട് എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കപ്രീസ് സാൻഡ്വിച്ച്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.